നമസ്കാരം. വീണ്ടും നിങ്ങളെ കാണുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ചെറുപ്പകാലത്ത് വിദ്യാഭ്യാസം വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് എനിക്ക് അനുഭവപ്പെട്ടിരുന്നത്. പഠിക്കുവാനുള്ള ബുദ്ധിയും വിവേകമൊന്നും അന്ന് എനിക്ക് ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതകൾ കുറവായിരുന്നു. ചെറുപ്പം മുതൽ നാട്ടിൻ പുറത്ത് വളർന്നു വന്നു. അതിൻ്റേതായിട്ടുള്ള ബാല്യകാലത്തിലുള്ള സുഹൃത്തുക്കളോടൊക്കെ ചേർന്ന് വളർന്നു വന്നു. പിന്നീട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഒരു വിഷയം കിട്ടാതെ അലഞ്ഞത്. പല വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോഴൊക്കെയും അതൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തന്നില്ല. പിന്നീടാണ് ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത കൗൺസിലിംഗ് എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസം നേടുവാൻ തക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കൊരു സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയെങ്കിലും എന്താണ് കൗൺസിലിംഗ് എന്നോ ഇതെന്തിനാണെന്നോ എനിക്കന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ പ്രയാസം പ്രതിസന്ധി ഉണ്ടായപ്പോഴൊക്കെ കൗൺസിലിങ്ങിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുമില്ല. എന്നാൽ പഠിക്കാൻ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എന്നെക്കുറിച്ചുള്ള ചിന്തകളും എന്നെക്കുറിച്ചുള്ള വിവേകമൊക്കെ മാറി വരാൻ തുടങ്ങി. എനിക്ക് തന്നെ സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്തുവാനും ജീവിതത്തിൽ മുന്നേറുവാൻ തന്നെയുള്ള ആഗ്രഹവും ഒരു സെൽഫ് മോട്ടിവേഷനൊക്കെ ഉടലെടുക്കുവാൻ അതെന്നെ സഹായിച്ചു. മുന്നോട്ട് പോകുമ്പോൾ പഠിക്കുന്ന കാലത്ത് തന്നെ പലരെയും സഹായിക്കുവാനുള്ള അവസരം എനിക്കുണ്ടായി. പഠിക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം തന്നെ എനിക്ക് അനുയോജ്യരായ പലരെയും കണ്ടെത്തി തരുവാനായിട്ട് ഇടവന്നിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം മനസ്സിലാക്കിയ പാഠങ്ങളും ജീവിതത്തിൽ അതുവരെ ഉണ്ടായ അനുഭവങ്ങളെല്ലാം ചേർത്ത് വെച്ച് അനേകം കുടുംബങ്ങളിൽ ഇന്ന് സന്തോഷിക്കുവാൻ തക്കവണ്ണം അവരിലെല്ലാം മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും അവരെല്ലാം മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും കൗൺസിലിങ്ങിലൂടെ ദൈവം എന്നെ സഹായിച്ചു എന്നുള്ളത് സത്യം മാത്രമാണ്. ഇന്ന് എൻ്റെ ജീവിതകാലത്ത് എനിക്ക് ഏറെ ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് അഭിമാനകരമായൊരു സാഹചര്യമാണ്. എന്നോടൊപ്പം പഠിച്ച പല കൂട്ടുകാരോടും ചേർന്ന് നിന്നുകൊണ്ട് അവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാനും സന്തോഷം കൈവരിക്കുവാനും ജീവിതം തന്നെ തിരിച്ചു പിടിക്കുവാനും അവരെയെല്ലാം സഹായിക്കുന്നതിനും ഇടയാക്കി എന്നുള്ളത് തന്നെ വളരെ അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്ന് ചിന്തിക്കുമ്പോൾ റിലീഫ് കോർണർ എന്നൊരു പ്രസ്ഥാനം ആരംഭിക്കുവാൻ തക്കവണ്ണമുള്ളൊരു ചിന്ത ദൈവം എൻ്റെ മനസ്സിൽ തന്നു. അത് എന്തിനു വേണ്ടിയിട്ടെന്നോ അതിലൂടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നോ എനിക്ക് യാതൊരു താല്പര്യമോ ഊഹമോ ഉണ്ടായിരുന്നില്ല. എന്നാലും അനേകം വ്യക്തികളും കുടുംബങ്ങളും ചേർന്ന് വന്നപ്പോൾ നല്ല അറിവുള്ളവരും പരിജ്ഞാനമുള്ളവരും ചേർന്ന് നിന്നപ്പോൾ അവരുടെ എല്ലാ ആശയങ്ങൾ കൈമാറുകയും പരസ്പരം സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്ത് അവയെല്ലാം ഉൾക്കൊള്ളുവാൻ ഇടവന്നപ്പോൾ ഇന്ന് വലിയ ഒരു പ്രസ്ഥാനമായിട്ട് വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചു എന്നുള്ളത് എൻ്റെ ഒരു സത്യം മാത്രമാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അനേകം കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനം ലഭിക്കുന്നതോടൊപ്പം അവരുടെ എല്ലാം ജീവിതത്തിൽ പ്രതിസന്ധികളിൽ നിന്ന് അവരെ വളർത്തിക്കൊണ്ടുവരുവാനും അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ട്രെയിനിങ്ങും എല്ലാം കൊടുത്ത് അവരെ നല്ല പൗരന്മാരാക്കി വളർത്തിയെടുക്കുന്നതിന് പിൽക്കാലത്ത് അവരെ ഉപയോഗിച്ച് മറ്റനേകം പേരെ സഹായിക്കുന്നതിന് തക്കവണ്ണമാണ് റിലീഫ് കോർണർ എന്നുള്ള പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത്. ഇത് ആരംഭിച്ചത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ടാണ്. ഇന്ന് അതിന് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ രജിസ്ട്രേഷനും കൂടെയുണ്ട്. അങ്ങനെ അനേകം പേരുടെ ഒത്തൊരുമയോടെ ഒത്യാശയോടെ കൂടി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ലാഭേച്ഛയോട് കൂടിയിട്ടല്ല, ഒരു ഡൊണേഷനും ആരിൽ നിന്നും വാങ്ങാതെയും ചെയ്യുന്ന സേവനങ്ങൾക്ക് ഒരു ഫീസും വാങ്ങാതെയാണ് ഇതിലുള്ള എല്ലാ വോളണ്ടിയേഴ്സും പ്രവർത്തിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എല്ലാവരെയും വളരെ നല്ല വ്യക്തികളായിട്ട് വളർത്തിക്കൊണ്ടുവരിക, അവരുടെ എല്ലാം ഭാവി ജീവിതത്തെ ശോഭനമാക്കുവാനും അവരെ എല്ലാം നല്ല പൗരന്മാരാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിനും ആവശ്യമായ പ്രോഗ്രാമുകളെല്ലാം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് റിലീഫ് കോർണർ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശം. ആദ്യം ഒരാൾ ഞങ്ങളോട് സമീപിക്കുമ്പോൾ അവരുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറെ വലുതായിരിക്കും. അവർക്ക് കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടാകും. അപ്പോൾ നമ്മളുടെ കൂടെ കൗൺസിലേഴ്സായിട്ടുള്ള 10-30 എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെല്ലാം വോളണ്ടിയേഴ്സാണ്. അവരുടെ എല്ലാം സമയം ഏതൊരു വ്യക്തിക്കും വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുവാൻ തക്കവണ്ണം സ്വമനസാലെ അവർ ചേർന്നതാണ്. ഇവരുടെ എല്ലാം സമയം കണ്ടെത്തുവാൻ തക്കവണ്ണം നമ്മളുടെ വെബ്സൈറ്റിൽ reliefcorner.org എന്ന വെബ്സൈറ്റിൽ പോയാൽ അവരുടെ എല്ലാം ജീവചരിത്രങ്ങളും അവരുടെ പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ്സ് എല്ലാം വായിക്കുവാനും അവരെക്കുറിച്ച് മനസ്സിലാക്കുവാനും സാധിക്കും. അവർക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുവാനുള്ള സൗകര്യവും വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അവരോട് ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഈ വെബ്സൈറ്റിലൂടെ കൊടുക്കുന്ന സേവനങ്ങളെല്ലാം ഫ്രീ ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ പ്രസ്ഥാനത്തിലൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ തക്കവണ്ണം മുന്നോട്ട് വരുന്ന ഓരോരുത്തരും അനേകം പേരെ റെഫർ ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യുവാൻ തക്കവണ്ണം വന്നു ചേരുന്ന ഓരോരുത്തരും അതിന് തക്കവണ്ണം കേപ്പബിളായിട്ടുള്ളതാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഒന്ന് കൗൺസിലിംഗ് ആണ്, മറ്റൊന്ന് അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കുള്ള സപ്പോർട്ടാണ്. അതിന് നമ്മൾ AA മീറ്റിങ്ങിൻ്റെ മാതൃക
ആൽക്കഹോളിക് അനോണിമസ് എന്നുള്ളൊരു ഗ്രൂപ്പ് എല്ലാ ഞായറാഴ്ചകളിലും 7 മണിക്ക് മീറ്റിംഗ് കൂടുന്നുണ്ട്. ആർക്കും അതിനകത്ത് വരാം. അതിനകത്ത് വരുന്നവർക്ക് ആൽക്കഹോളിൻ്റെ അനന്തര പ്രയാസങ്ങളെക്കുറിച്ചും അതുമൂലം ഫാമിലികളിലുണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ചും അങ്ങനെ അഡിക്റ്റായിട്ടുള്ള വ്യക്തികൾക്ക് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് വരുന്നതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പോസിറ്റീവ് പിയർ ഗ്രൂപ്പായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ലോകോത്തരമായ ഒരു സംഘടനയാണ് AA എന്നുള്ളത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഈ സംഘടന ആൽക്കഹോളിൻ്റെ അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ അഡിക്ഷനിലൂടെ കടന്നു പോകുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ്. അവരെ അതിൽ നിന്നും വിമുക്തരാക്കുവാൻ അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് സംഘടനയുടെ ഉദ്ദേശം. നമ്മൾ നടത്തുന്നത് അതിനോട് സാമ്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇത് അഫിലിയേറ്റഡ് അല്ലെങ്കിലും മലയാളികളായിട്ടുള്ള അനേകം പേർ വന്ന് ഇതിനകത്ത് സംബന്ധിക്കുകയും അവരുടെ എല്ലാം കുടുംബങ്ങൾക്കും പ്രയോജനപ്പെടുന്നതായ ഈ സംരംഭത്തിലൂടെ സമാധാനം കണ്ടെത്തുകയും അവരുടെ മദ്യപാന ശീലത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അവർക്ക് അത് ഇടയാകുകയും ചെയ്യുന്നുള്ളത് സത്യമാണ്. നമ്മൾ നടത്തുന്ന മറ്റൊരു പ്രോഗ്രാമാണ് അൽ അനോൺ മീറ്റിംഗ്. അൽ അനോൺ മീറ്റിംഗും ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും തന്നെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ആൽക്കഹോളിക് അഡിക്ട്സ് ആയിട്ടുള്ള വ്യക്തികളുടെ കുടുംബാംഗങ്ങൾ, മക്കൾ എന്നിവർക്ക് ചേർന്നിരിക്കുവാനും സംസാരിക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അൽ അനോൺ എന്നുള്ളത്. എന്നാൽ റിലീഫ് കോർണറിൻ്റെ കീഴിൽ അൽ അനോൺ എന്നുള്ള ആ പ്രവർത്തനത്തിൻ്റെ മാതൃകയിൽ നമ്മൾ ചെയ്യുന്നത് മലയാളികളായിട്ടുള്ള അനേകം പേർ വന്നു ചേരുകയും കുടുംബാംഗങ്ങളെല്ലാം ഒത്തൊരുമിച്ച് പരസ്പരം സ്നേഹത്തോടെയും സഹോദരത്തോടെയും അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കുവാൻ തക്കവണ്ണം ഓരോരോ മേഖലകളിൽ പ്രാഗൽഭ്യമുള്ളവരും വന്ന് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണിത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറോ നിങ്ങളിൽ ആരെങ്കിലുമോ ആൽക്കഹോളിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾക്കും റിലീഫ് കോർണറിൻ്റെ സഹായം തേടാവുന്നതാണ്. എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ നിങ്ങളെ സഹായിക്കാൻ തക്കവണ്ണം സന്നദ്ധരാണ്. എല്ലാ സേവനങ്ങളും സൗജന്യമാണ് എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. മറ്റൊന്നുള്ളത്, ഏതൊരു വ്യക്തിക്കും ആവശ്യം ജീവിതത്തിൽ വളരുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്നതായ ഓരോ ടാലൻറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ടാലൻറ്റ് എന്തു തന്നെയാണെങ്കിലും അതിനെ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം റിലീഫ് കോർണർ എന്നും മുൻപന്തിയിലാണെന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. തൽക്കാലം തുടങ്ങിയിരിക്കുന്നതായ ക്ലാസ്സുകൾ ഒന്ന് കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ക്ലാസ്സുകളുണ്ട്. അതിൽ കർണാട്ടിക് പാഠങ്ങൾ പഠിപ്പിക്കുന്ന വിദഗ്ധരായവരാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നീട് നമുക്കുള്ളത് കാർട്ടൂൺ ക്ലാസ്സുകളാണ്. കാർട്ടൂൺ ക്ലാസ്സുകളും കൈകാര്യം ചെയ്യുന്നത് വളരെയധികം കാലം കാർട്ടൂൺ വരയ്ക്കുകയും വിവിധ സ്ഥലങ്ങളിലെ കാർട്ടൂണിൽ പ്രാഗൽഭ്യം തെളിയിക്കുകയും ചെയ്തതായ അധ്യാപകരാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. കൂടാതെ ലൈഫ് കോച്ചിങ് എന്നുള്ള പുതിയ ഒരു കോച്ചിങ് സംവിധാനം ലോകത്തെമ്പാടും മുളച്ചു വരുന്നത് എല്ലാവർക്കും അറിയാം. ചിലർക്കെങ്കിലും അതെന്താണെന്ന് പോലും അറിയത്തില്ല. അതിനെക്കുറിച്ച് 1-2 വാക്കുകൾ പറഞ്ഞാൽ, ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെടുമ്പോൾ, മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയെന്ന് അറിയാതെ വരുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കാൻ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അതിന് നമുക്ക് കഴിയാതെ വരുമ്പോൾ നമ്മെ സഹായിക്കുവാൻ, നമ്മെ ഗൈഡ് ചെയ്യുവാൻ, നമ്മൾക്ക് നല്ല നിർദ്ദേശങ്ങൾ തരുവാൻ തക്കവണ്ണം പ്രാഗൽഭ്യമുള്ളവരും ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ലൈഫ് കോച്ചസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ നടത്തുന്ന ട്രെയിനിങ് ക്ലാസ്സുകളാണ് ലൈഫ് കോച്ചിങ് ക്ലാസ്സുകൾ. ലോകത്ത് എവിടെ പോയാലും ലൈഫ് കോച്ചിങ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. എന്നാൽ അതെല്ലാം വളരെ കോസ്റ്റ്ലിയാണ്. സാധാരണ ആളുകൾക്ക് താങ്ങാൻ പറ്റുന്നതിലും കുറച്ച് കോസ്റ്റ്ലിയാണ് ലൈഫ് കോച്ചിങ് ക്ലാസ്സുകൾ. എന്നാൽ റിലീഫ് കോർണർ ഈ കോച്ചിങ് ക്ലാസ്സുകളെല്ലാം ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ റിലീഫ് കോർണറിലുള്ള കോച്ചിങ് ക്ലാസ്സുകളെക്കുറിച്ച് പരിശോധിച്ച് കഴിയുമ്പോൾ ആ ക്ലാസ്സുകൾ എടുക്കുന്നതെല്ലാം നല്ല എക്സ്പീരിയൻസ് ഉള്ളവരും ക്വാളിഫിക്കേഷൻ ഉള്ളവരുമാണ്. അതുകൊണ്ട് വിശ്വസ്തയോടെ നിങ്ങൾക്ക് ഏത് ഒരു ക്ലാസ്സിലും ചേർന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. മുന്നോട്ടേക്ക് പോകുമ്പോൾ വളരെ പ്രയോജനപ്പെടുന്നതായ പല ക്ലാസ്സുകളും പല പ്രോഗ്രാമുകളും റിലീഫ് കോർണർ അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ മുന്നോട്ട് വരുന്നതാണ്. ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രോഗ്രാമുകളും അതെല്ലാം മുന്നോട്ട് വരുമ്പോൾ കുറച്ച് താമസങ്ങൾ വരുമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം ഇതാണ്: ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളിലും എല്ലാ പ്രായത്തിലും അവർക്ക് പ്രയോജനപ്പെടുന്നതുമായ ഓരോരോ പ്രോഗ്രാംസ് ഇനി മുന്നോട്ട് വരുവാൻ തക്കവണ്ണം ഏറെയുണ്ട്. നിങ്ങളുടെ എല്ലാം വളരെ പ്രാർത്ഥനയും സഹകരണവും പ്രസ്ഥാനത്തിന് ആവശ്യമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ പ്രോഗ്രാമുകളെല്ലാം ചെയ്യുമ്പോൾ ആദ്യം ഈ പ്രോഗ്രാമിനോട് ചേരുന്ന ഒരാൾ കൗൺസിലിങ്ങിനായിരിക്കാം വരുന്നത്. അവരുടെ കൗൺസിലിങ്ങിലൂടെ കടന്നുപോയി ജീവിതത്തിൽ അവരുടെ താളപ്പഴകളെല്ലാം മാറി ശരിയായ ഒരു ജീവിത രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഞങ്ങളോട് കൂടെ വോളണ്ടിയറായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഒരാൾ റിലീഫ് കോർണറിൽ വന്ന് ഒരു സഹായം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് ജീവിത അവസാനം വരെ ഒരു ബന്ധം തുടർന്നുകൊണ്ട് പോകുന്ന ഒരു പ്രക്രിയയാണ് റിലീഫ് കോർണർ തുറന്നു വരുന്നത്.
വരുന്ന ഓരോരുത്തർക്കും അനുയോജ്യമായ ആവശ്യമായ അവർക്ക് ഗുണകരമായിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്യുവാനും അതിലൂടെ അവരെ ഉയർത്തിക്കൊണ്ട് വരുവാനും ജീവിതത്തിൽ നല്ല ഒരു നിലവാരത്തിൽ എത്തുന്നതിനൊക്കെ വേണം അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരിലൂടെ അവരുടെ കുടുംബത്തെ തന്നെ ഉയർത്തിക്കൊണ്ട് വരുവാനും. ഇനി ഒരാൾ ഞങ്ങളോട് കൂടെ കുറച്ച് നാൾ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവർ ആ മേഖലകളിൽ പ്രാവീണ്യം നേടിക്കഴിയുമ്പോൾ അവരെ ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കുവാൻ തക്കവണ്ണമുള്ള വലിയ ഒരു ഒരു പ്രത്യാശയോട് കൂടിയിട്ടാണ് റിലീഫ് കോർണറും അതിൽ പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സും പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ മാസാമാസങ്ങളിൽ ഓരോ വിഷയങ്ങളെക്കുറിച്ച് വെബിനാറുകൾ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്നവർക്ക് അതാത് വിഷയങ്ങളെക്കുറിച്ച് വ്യക്തത കിട്ടുകയും നല്ല ഒരു എക്സ്പേർട്ട് ട്രെയിനിങ് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. വളരെ പ്രസ്ഥാനങ്ങളെല്ലാം വെബിനാറുകൾ നടത്തുന്നുണ്ട്. എന്നാൽ റിലീഫ് കോർണർ നടത്തുന്ന വെബിനാറുകളുടെ പ്രത്യേകത അത് സാധാരണ മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളാണ്, അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്, പഠിച്ചിരിക്കേണ്ടുന്നതായ വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം നമുക്ക് വളരെയധികം പ്രയോജനപ്രദമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിലും ഒളിഞ്ഞു കിടക്കുന്ന എല്ലാ കഴിവുകളും വളർത്തിക്കൊണ്ടുവരുവാനുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ചിട്ടപ്പെടുത്തി വരുന്നുണ്ട്. അതിലൊന്നാണ് സ്റ്റോറി ടെല്ലിങ്. കഥ പറയാൻ അറിയാവുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. ഒത്തിരി വ്യക്തികൾക്ക് കഥ പറയാനുള്ള അവസരങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. കഥ അറിയാവുന്നവർക്ക് പറയാൻ കഴിയാത്തതുകൊണ്ട് അത് മറ്റുള്ളവർ അറിയപ്പെടാതെ നശിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് കഥ പറയാനുള്ള അവസരങ്ങളുണ്ട്. അവരെ കണ്ടെത്തുകയും അവരിൽ നിന്ന് കഥകൾ ശേഖരിച്ച് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാം അണിയറയിൽ ഒരുങ്ങി വരുന്നു. മറ്റൊന്നുള്ളത് ചിത്രരചനയിൽ പ്രാവീണ്യമുള്ളവരുണ്ട്, സംഗീതത്തിൽ പ്രാവീണ്യമുള്ളവരുണ്ട്. ഇവരുടെ എല്ലാം കലാസൃഷ്ടികൾ ശേഖരിച്ച് വെബ്സൈറ്റിലൂടെ ലോകത്തെമ്പാടും അറിയിക്കുക എന്നുള്ളത് നമ്മളുടെ മറ്റൊരു പ്രോഗ്രാമാണ്. പിന്നെ ഒന്നുള്ളത് ലേഖനങ്ങൾ എഴുതുന്നവരും കഥകൾ എഴുതുന്നവരും എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച ടാലൻ്റുള്ള ഒത്തിരി വ്യക്തികളുണ്ട്. അവരുടെ എല്ലാം കഴിവുകൾ അവരുടെ എല്ലാം സൃഷ്ടികൾ നമ്മൾക്ക് ലോകത്തുള്ള എല്ലാവർക്കും ഉപയോഗിക്കത്തക്ക രീതിയിൽ അത് കാണുകയും അത് ആസ്വദിക്കുകയും കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യുന്ന രീതിയിൽ വിവിധ ഫോർമാറ്റുകളിൽ നമ്മൾ വെബ്സൈറ്റിലൂടെ പരസ്യം ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചതിന് വേണ്ടി അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ ലാഫിംഗ് ക്ലബ്ബുകൾ, കോമഡി ക്ലബ്ബുകൾ, അങ്ങനെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവരുടെ എല്ലാം കഴിവുകൾ വളർത്തിക്കൊണ്ടുവരുന്ന രീതിയിൽ ഓരോരോ പ്രോഗ്രാമുകൾ അണിയറയിൽ ഒരുങ്ങി വരുന്നു. നിങ്ങൾക്കും ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ മറ്റൊരാളെ സഹായിക്കുവാൻ തക്കമുള്ള ഒരു കണിക ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കും അവസരമുണ്ട്. ഓരോ വ്യക്തികൾക്കും ഓരോരോ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ച് വ്യത്യസ്തങ്ങളായിട്ട് പാരലായിട്ട് പ്രവർത്തിക്കാൻ തടസ്സമില്ല. എന്നാൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അത് വലിയൊരു ഗുണം തന്നെയാണ്. ഐകമത്യം മഹാബലം. നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ വലിയവനും ചെറിയവനുമില്ല, എല്ലാവരും ഈക്വലാണ്, എല്ലാവരും വോളണ്ടിയേഴ്സാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയും അതാണ്. എല്ലാവരും വോളണ്ടിയേഴ്സാണ്. എല്ലാവരും അവരവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നു എന്നുള്ള ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വ്യക്തി ജീവിതവും കുടുംബ ജീവിതവും നിങ്ങളുടെ ജോലിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന കുറച്ച് സമയം മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ റിലീഫ് കോർണർ എന്ന പ്രസ്ഥാനത്തിലൂടെ നിങ്ങൾക്ക് ചേർന്ന് പ്രവർത്തിക്കാം. നിങ്ങളുടെ സന്നദ്ധത ഒരു വോളണ്ടിയർ സൈനപ്പ് ഷീറ്റിലൂടെ നിങ്ങൾ അറിയിച്ചാൽ പിന്നീടുള്ള എല്ലാ പ്രോഗ്രാമുകളിലും ട്രെയിനിങ്ങുകളിലും നിങ്ങൾ ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ആവശ്യമായ ട്രെയിനിങ്ങും എല്ലാം നൽകി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് തക്കവണ്ണം നിങ്ങളെ പ്രാപ്തരാക്കിയതിന് ശേഷം മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങളെ ചുമതലപ്പെടുത്തുന്നു. നമ്മളുടെ മറ്റൊരു വിങ്ങാണ് കൗൺസിലിങ്ങിൻ്റെ വിങ്. അതിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും ലൈസൻസ്ഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് മാത്രമേ അതിൽ പ്രവർത്തിക്കുന്നുള്ളൂ. അല്ലാതുള്ള ചെറിയ ചെറിയ കൗൺസിലേഴ്സ് ഉണ്ട്. അവരൊക്കെ നമ്മൾ മറ്റ് പല ആക്ടിവിറ്റീസിലും വേണ്ടിയിട്ട് അവരുപയോഗിക്കുകയാണ്. അങ്ങനെ ഈ പ്രസ്ഥാനത്തോട് ചേരുന്ന ഓരോ വ്യക്തികളിലും എന്തെല്ലാം കഴിവുകളുണ്ടോ അതെല്ലാം ഉപയോഗപ്പെടുത്തുന്നതിന് തക്കമുള്ള പ്രോഗ്രാമുകളാണ് ഇതുവരെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ പ്രോഗ്രാമുകൾ ഇതിൽ വരാനിരിക്കുന്നു. ലോകത്തുള്ള ഏത് മലയാളികൾക്കും ഏത് വ്യക്തികൾക്കും ഇതിൽ നിന്ന് സഹായങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ നമ്മളുടെ തൽക്കാലത്തെ റിസോഴ്സസിൻ്റെ ഒരു പരിമിതി കൊണ്ട് നമ്മളത് മലയാളികൾക്ക് മാത്രമേ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ മലയാളികൾ എവിടെയുണ്ടെങ്കിലും അവർക്ക് ഉപകാരപ്പെടുത്താം. എന്നാൽ എൻ്റെ സുഹൃത്തുക്കളിൽ പകുതി പേര് മലയാളികളാണെങ്കിൽ പകുതി പേര് മലയാളം സംസാരിക്കാത്തവരാണ്. അവർക്ക് മലയാള ഭാഷ അറിയത്തില്ല. അപ്പോൾ അവരെ കൂടെ ഉൾപ്പെടുത്തേണ്ടുന്നത് എൻ്റെ ഒരു ചുമതലയാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം മലയാളികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാഴ്ചവെക്കുമ്പോഴും മലയാളികളല്ലാത്ത ഒരാൾ വന്നാലും അവരെയും നമ്മൾ കഴിയുന്ന രീതിയിൽ സഹായിക്കുകയും നമ്മളുടെ പ്രോഗ്രാമുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ളത് ഈ പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോട് കൂടിയിട്ട് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മലയാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്
സംഘം ആളുകളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് റിലീഫ് കോർണർ എന്ന് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ആശയം എൻ്റെ മനസ്സിൽ തുടങ്ങിയെങ്കിലും ഇന്ന് അത് എൻ്റെ ഒരു പ്രസ്ഥാനമല്ല, ഇന്ന് അത് മലയാളികളുടെ ഒരു പ്രസ്ഥാനമാണ്, നിങ്ങളുടെ ഒരു പ്രസ്ഥാനമാണ്. എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ഒരുപോലെ പ്രയോജനപ്പെടുന്ന, ഉപകാരപ്പെടുന്ന അനേകം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പാണ് reliefcorner.org എന്ന ഈ പ്രസ്ഥാനം. അതിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഞാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായങ്ങളും ആവശ്യമുള്ള ട്രെയിനിങ്ങുകളും എല്ലാം ഈ പ്രസ്ഥാനത്തിൽ നിന്ന് കൈക്കൊള്ളണം എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. നിങ്ങൾ പ്രസ്ഥാനത്തിൽ നിന്ന് കൈക്കൊള്ളുന്ന ഒരു സേവനത്തിനും ഒരു പൈസ പോലും കൊടുക്കേണ്ടതില്ല, അതെല്ലാം സൗജന്യമാണെന്ന് അറിയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം അതിൻ്റെ നിലവാരം എത്രമാത്രം ഉണ്ടായിരിക്കുമെന്ന്. എന്നാൽ ഓരോ പ്രോഗ്രാമിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അതെല്ലാം നിർവഹിക്കുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഓതൻറ്റിസിറ്റിയും അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സേവനത്തിൻ്റെ ഗുണനിലവാരവും. അങ്ങനെ ഏറെ താല്പര്യത്തോടെയും കൃത്യതയോടെയും വളരെയധികം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന ഈ വോളണ്ടിയേഴ്സ് ടീം എല്ലാവരും വളരെയധികം എക്സ്പീരിയൻസ്ഡാണ്, വളരെയധികം ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്. നിങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിൽ ചെന്നോ അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനത്തിൽ ചെന്നോ എന്തെങ്കിലും സേവനം ലഭിക്കുന്നത് പോലെ അതേ ക്വാളിറ്റിയിൽ അതുപോലെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് തന്നെയാണ് റിലീഫ് കോർണർ എന്ന പ്രസ്ഥാനത്തിലൂടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഊന്നി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും സമയം നിങ്ങൾ എന്നെ കേൾക്കുകയും ഞങ്ങളുടെ ഈ റിലീഫ് കോർണർ എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് കേൾക്കുവാനും അറിയുവാനും മനസ്സ് കാണിക്കുകയും ചെയ്തതിന് നിങ്ങളോട് നന്ദി പറയുവാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. ഈ വീഡിയോ എടുത്ത് ഞങ്ങളെ സഹായിക്കുവാനും ഈ പ്രകാരമുള്ള ഒരു സംവിധാനത്തിലൂടെ ലോകത്തുള്ള എല്ലാവർക്കും ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതൊക്കെ ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ച നെല്ലിച്ചേട്ടനോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. നിങ്ങൾ തുടർന്നും ഞങ്ങളോട് ചേർന്ന് നിൽക്കുകയും പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുകയും കൂടുതൽ പ്രോഗ്രാമുകളിൽ ചെയ്യുന്നതിനൊക്കെ ഞങ്ങളെ സഹായിക്കുകയും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നതിനും അവരേക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുന്നതിനും ഉപകാരപ്രദമായി തീരുന്നതിനും നിങ്ങൾ അറിയുന്നവരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുവാൻ തക്കമാണ് നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുവാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും ധൈര്യവും തരുവാൻ തക്കവണ്ണം ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് നമസ്കാരം. താങ്ക് യു.